ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ 2 എംബ്രോയിഡറി ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രെയിമിൽ നമ്മുടെ മെറ്റീരിയലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് നെക്ക് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിത് സ്ക്വയറിലോ അല്ലെങ്കിൽ വീനെക്കിലോ ഏതിൽ വേണമെങ്കിലും ഈ ഡിസൈൻ ട്രൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെൻറ്റർ പോയിന്റിൽ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തോട്ട് കറക്റ്റ് ഒരു 1 ഇഞ്ചോ എത്ര ഇഞ്ച് വിഡ്ത്ത് വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതിനനുസരിച്ച് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന ത്രെഡ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഡാർക്ക് ഷെയ്ഡും ഒരെണ്ണം ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ചിങ് വരുന്ന രീതിയിൽ എടുക്കാം. ഞാനിവിടെ ഒരു വൈൻ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീനും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ വരച്ചിട്ടുള്ള എല്ലാ ലൈൻസിലും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എംബ്രോയിഡറിയുടെ ഒരുപാട് സ്റ്റിച്ചസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഓരോ സ്റ്റിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇട്ടിട്ടുള്ള എല്ലാ ലൈനിലും ഞാൻ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ആണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈൻ ഷെയ്ഡാണ് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എംബ്രോയിഡറി ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഐക്കാർട്ടിലോ അതല്ലെങ്കിൽ എൻഡ് സ്ക്രീനിലോ കൊടുക്കാം. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള പോലെ നല്ല നീളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കെട്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് എടുക്കായിരിക്കും ബെറ്റർ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഇത് കെട്ട് വരാണ്ട് നമ്മൾ നോക്കി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് ബാക്കിയുള്ള സൈഡും കൂടി നമ്മൾ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് വരിക മുഴുവനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിതിവിടെ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ലൈൻസും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ എടുത്ത ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് കോർത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടെ നമുക്കിതുപോലെ കോർത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വട്ടം ഒരു സൈഡിൽ കൂടെ എടുത്താൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് കോർത്ത് വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ ഈ സൈഡിൽ കൂടെയാണ് ഞാൻ കോർത്തെടുത്തത്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കണ്ടോ. ഇനി ഇപ്പം എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് അടുത്തത് എടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിനെ നമ്മൾ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കോർത്തെടുത്ത് കഴിയുമ്പോൾ ഈ സ്റ്റിച്ചിനെ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ലൈൻസിനെയും നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നീളത്തിൽ എടുത്ത കാരണം കൊണ്ട് ചെറുതായിട്ടൊന്ന് കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കി എടുക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്, ആരി വർക്ക്, എംബ്രോയിഡറി, പെയിൻറ്റിങ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ നോക്കിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ആ ഒരു വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ സ്റ്റിച്ചിൻ്റെയും എൻഡിലായിട്ട് ഇതേപോലെ ഓരോ ഫ്രഞ്ച് നോട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ വന്നിട്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഫ്രഞ്ച് നോട്ടിന് പകരം നിങ്ങൾക്ക് ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് വല്ല ഗ്രീൻ കളറോ അല്ലെങ്കിൽ ഈ മാച്ചിങ് ആയിട്ടുള്ള കളർ ബീഡ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്